9 കാര്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ട വാഫി അലുമിനി അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ അവരുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യാവലി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മറുപടി പറഞ്ഞാൽ അവരുടെ ആകത്തുക ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഞാൻ ജസ്റ്റ് അത് വായിച്ച് അതിൻ്റെ മറുപടി നിങ്ങൾ കേൾപ്പിക്കാം. ഒന്ന്, ഹമീദ് ഫൈസി CIC-ക്കെതിരെ സമസ്തക്ക് സമർപ്പിച്ച പരാതിയുടെ പകർപ്പ് CIC ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ലഭ്യമാക്കാത്തത്? ഹമീദ് ഫൈസി CIC-യെക്കുറിച്ച് സമസ്തക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഐക്യകണ്ഠേന ഒരു പരാതി കൊടുത്തു. നമ്മുടെ ചില സമന്വയ വിദ്യാർത്ഥികൾ ചില വ്യതിയാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ ഇടപെടണം എന്ന്. അപ്പം മുഷാവറ തിരിച്ചാവശ്യപ്പെട്ടു അതിനുള്ള കൃത്യമായ തെളിവുകൾ ക്രോഡീകരിച്ച് തരണമെന്ന്. അപ്പം ഇതേ പരാതി SKSSF സംസ്ഥാന കമ്മിറ്റിക്കും ഉണ്ടെന്നറിഞ്ഞപ്പോൾ SY സംസ്ഥാന സെക്രട്ടേറിയറ്റും SKF സംസ്ഥാന സെക്രട്ടേറിയറ്റും സംയുക്തമായി അത് വിശദമായി ക്രോഡീകരിച്ച് 2 സംസ്ഥാന കമ്മിറ്റികളാണ് മുഷാവറയ്ക്ക് ആ രേഖ കൈമാറിയിട്ടുള്ളത്. ഇന്ന് വരെ CIC അതിന് പകർപ്പ് ആവശ്യപ്പെട്ടതായി എൻ്റെ അറിവിലില്ല. അതിൻ്റെ കോപ്പി കൊടുത്താൽ പ്രശ്നം തീരുമെങ്കിൽ നാളെ തന്നെ ഇൻഷാ അല്ലാഹ് കോപ്പി നിങ്ങൾ കയ്യിൽ എത്തിച്ചേരാം. അതിലൊന്നും മറച്ചു വെക്കാനില്ല. രണ്ടാമത്തെ വിഷയം, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും 22/9/22 സംയുക്തമായി തീരുമാനമെടുത്ത് ഒപ്പിട്ടത് പ്രകാരമുള്ള CIC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതായത് സിറ്റിംഗ്, ഇതുവരെ നടക്കാത്തതിൻ്റെ കാരണം എന്ത്? കാരണം ഞാൻ പറഞ്ഞുതരാം. 22/9/22 CIC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മാത്രമല്ല തീരുമാനമായിട്ടുള്ളത്. 4 തീരുമാനങ്ങളാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും ജിഫ്രി തങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്തത്. അതിൽ ആദ്യത്തെ 3 തീരുമാനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ 4ാമത്തെ കൂടിക്കാഴ്ച. ആ 3 തീരുമാനങ്ങളും നിങ്ങൾ അംഗീകരിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് 4ാമത്തെ കാര്യം നടക്കാത്തത്. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 1, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ തയ്യാറാക്കി അംഗീകരിച്ച സ്ഥാപനങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം CIC-യും അംഗീകരിക്കുക. ഈ നിമിഷം വരെ CIC അംഗീകരിച്ചിട്ടില്ല. 2, സാമൂഹിക മാധ്യമങ്ങളിൽ സമസ്തയെയും നേതാക്കളെയും അപകീർത്തിപ്പെട്ട് പോസ്റ്റിട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ലാത്തതാണെന്ന് CIC അധികൃതർ പരസ്യമായി പ്രഖ്യാപിക്കുക. അത്തരം പോസ്റ്റിട്ടവർക്കെതിരെ നടപടി കൈക്കൊള്ളുക. ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല. 3, CIC സെനറ്റിൽ നിന്ന് ഒഴിവാക്കിയ 2 പേരെ സെനറ്റിലേക്ക് തിരിച്ചെടുക്കുക. ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്ന മുറക്ക് തീർച്ചയായും ആ കൂടിക്കാഴ്ച നടക്കും. കാത്തിരിക്കുക, ഇൻഷാ അല്ലാഹ് നടക്കും. 3ാമത്തെ കാര്യം പറയാനുള്ളത്, ഇവർ പറഞ്ഞിട്ടുള്ളത്, പ്രചരിപ്പിക്കപ്പെടുന്ന 9 കാര്യങ്ങളിൽ മുഷാവറ മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്ത 3 കാര്യങ്ങൾ വന്നത് ആരുടെ താല്പര്യപ്രകാരമാണ്? അത് നിയമവിരുദ്ധമാണെന്ന് അറിയുന്നത് കൊണ്ടല്ലേ മിനിറ്റ്സിൽ ചേർക്കാതിരുന്നത്? 6-9 ആയത് എങ്ങനെ? 6-9 ആയത് എങ്ങനെ എന്ന് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ഈ തീരുമാനം എടുത്തത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ 9 തീരുമാനങ്ങൾ എടുത്തത്. 6 തീരുമാനം ഒരു ഘട്ടത്തിലും പിന്നീട് വീണ്ടും 3 തീരുമാനങ്ങൾ എഴുതി ചേർത്ത് സമസ്തക്ക് കൈമാറിയത് ഈ സമിതിയാണ്. ഈ സമിതിയോട് ചോദിക്കണം, എന്തിനാണ് 3 തീരുമാനം കൂടി അഡീഷണലായി കൂട്ടിയത്? നമ്മളല്ലത്, സമസ്തല്ല മറുപടി പറയേണ്ടത്. സമസ്തക്കത് കൈമാറി സമസ്ത അത് ശരിവെച്ച് നേരിട്ട് CIC അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമസ്ത യാതൊരു കൃത്യമായ വിഷയം കാണിച്ചിട്ടില്ല. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ മധ്യസ്ഥ സമിതി ഉണ്ടാക്കിയതാണ് 9 തീരുമാനങ്ങൾ. ഇനി ആ സംശയം ഉണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഞാൻ കാര്യം പറഞ്ഞു തരാം. CIC-ക്ക് 9 തീരുമാനങ്ങൾ കൈമാറിയ കൂട്ടത്തിൽ അതിലാരൊക്കെയാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് എന്ന് കൃത്യമായി അതിൻ്റെ താഴെ അവരുടെ പേരുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ടാണ് കൈമാറിയിട്ടുള്ളത്. അതൊന്ന് ആ നേതാക്കന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയാൽ മതി. അടുത്ത കാര്യം അവർ ചോദിക്കുന്നത്, ആദർശവിരുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസി ആദർശയുടെ വിശദീകരണം കേൾക്കാൻ അധികൃതർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? എങ്ങനെ തയ്യാറാകുക? തയ്യാറാകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്കി. നമ്മളൊരു മോനോട് ഒരു ഉപദേശം കൊടുത്തു. മോന് അതിന് മറുപടി, ഞാൻ അങ്ങനല്ലപ്പാ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, വേറെ വിഷയയുടെ മോനെ ഇങ്ങനെ ചെയ്യണം, അതെനിക്ക് കഴിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു.
അങ്ങനെ 2021 ജനുവരിയിൽ തുടങ്ങിയത് ഈ ഏർപ്പാട്. 21, 22, 23, 24, 25, 26 ജനുവരി കഴിഞ്ഞു. 6 കൊല്ലം ഉപദേശിച്ചിട്ടും നേരെയാകുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ച് വാർത്താ സമ്മേളനം നടത്തിയും ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ചും പച്ചയായി തോന്നിവാസം ഈ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാളെ കേൾക്കാൻ തയ്യാറുക? കേൾക്കേണ്ട സമയത്ത് മര്യാദക്ക് കേട്ടിട്ടുണ്ട്. സത്തർ പന്തലോട് സൂചിപ്പിച്ചു, നേർക്ക് നേരെ കേട്ടത്. ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കേ ഒരു ബുദ്ധിയുള്ള സാമാന്യ നിലയുള്ള ആളുകൾ കേൾക്കൂല. ഇങ്ങനൊക്കെ ആയിട്ടും നിങ്ങളെ പറ്റേ സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്ത് ആളുകൾക്ക് പ്രചാരണം നടത്തുന്നില്ലല്ലോ സമസ്ത എന്ന സമസ്തയോട് നിങ്ങൾ നന്ദി പറയുക. മറ്റൊരു കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ആരോപണ വിധേയന പരമാവധി കേൾക്കുക എന്ന കർമ്മശാസ്ത്ര വിധി. അതാണ് പറഞ്ഞത്. ആദർശ വിരുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസിയുടെ ആദർശയുടെ വിശദീകരണം പറഞ്ഞു അല്ലേ. അടുത്ത ആരോപണ വിധേയനായ പരമാവധി കേൾക്കുക എന്ന കർമ്മശാസ്ത്ര വിധിയും സമസ്തയുടെ കഴിഞ്ഞ കാല പാരമ്പര്യവും ഹക്കീം ഫൈസിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു? സെയിം ചോദ്യമാണ്, സെയിം മറുപടിയാണ്. അടുത്തത് സമസ്ത മുഷാവറ വാഫി സിലബസിൽ ബിദ്അത്ത് ഉള്ളതായി ഇതുവരെ ആരോപിച്ചിട്ടില്ലെന്നിരിക്കെ ഇത്തരം ഒരു പ്രചാരണം ആരുടെ സൃഷ്ടിയാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആദർശ വിരുദ്ധ പ്രചാരണങ്ങൾ ഇവർ നടത്തുന്നുണ്ട് എന്ന്. ബിദ്അത്ത് എന്ന അറബിയാണ്, ആദർശ വിരുദ്ധ മലയാളമാണ്. കൃത്യമായി അർത്ഥം പഠിച്ചാൽ ആ പ്രശ്നം തീരും. ഏഴാമത്തെ അവസാനത്തെ വലിയ ചോദ്യം, രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായതും സൊസൈറ്റി ആക്ട് പ്രകാരം കോടതികൾ അംഗീകരിക്കാത്തതുമായ കാര്യങ്ങൾ സമസ്ത CIC-യോട് ചെയ്യാൻ പറഞ്ഞാൽ CIC എന്ത് ചെയ്യും? സമസ്ത വലിയ ഭരണഘടനാ വിരുദ്ധമായ സുപ്രീം കോടതി അംഗീകരിക്കാത്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. എന്താണ് സമസ്ത അവരോട് പറഞ്ഞത്? 2021 സെൻട്രൽ ഗവൺമെന്റ് വിവാഹപ്രായം ഉയർത്താൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ വിവാഹം അനുവദിക്കാത്ത കോളേജിലെ പെൺകുട്ടികൾ 2-3 പെൺകുട്ടികൾ വിവാഹം നടത്തി, നിക്കാഹ് നടത്തി. ആ കുട്ടികളെ പുറത്താക്കിയപ്പോൾ രക്ഷിതാക്കൾ പരാതി കൊടുത്തപ്പോൾ ആ കുട്ടികൾ തിരിച്ചെടുത്തിലേക്ക് പഠനം മുടങ്ങേണ്ടായിരുന്നു. ഇത് രാജ്യത്തെ ഏത് നിയമത്തിനാണ് എതിര്? ഇത് ഉപദേശിച്ചതിന്റെ പേരിൽ സമസ്തക്ക് ഇവരുടെ ഭരണഘടനയിലുള്ള അവകാശം, ആ നിലവിലുണ്ടായിരുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട അവകാശം മാറ്റിവെച്ച് ഭരണഘടന ഭേദഗതി ചെയ്തു. അത് ഭേദഗതി ചെയ്ത് വേണ്ട, അങ്ങനെ സമസ്ത ഒഴിവാക്കേണ്ട, മക്കളെ പഴയ രീതിക്ക് തന്നെ ആക്കി കളിയുന്നു. ഇത് ഏത് നിയമത്തിനാണ് എതിര്? ഇതിന്റെ അഡ്വൈസറായി മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷനായിരുന്നു. ആ അധ്യക്ഷനെ മാറ്റി വെറുപ്പ് കൊണ്ട്, സമസ്തയുള്ള വെറുപ്പ് കൊണ്ട് അധ്യക്ഷനെ മാറ്റണ്ട, നിങ്ങൾ അധ്യക്ഷൻ അഡ്വൈസറായിട്ട് തന്നെ നിന്നോട്ടെ, പഴയപടി നിന്നോട്ടെ. ഏത് നിയമത്തിനാണ് ഇത് എതിര്? എന്താണ് ഈ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്ര വിവരമില്ലാത്ത സംഘടനയാണോ? ഇവരോട് രാജ്യത്തെ നിയമങ്ങൾക്ക് അതീതമായ ഗൗരവമുള്ള വിഷയം അടിച്ചേൽപ്പിച്ച് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്, ഇനി എന്ത് ചെയ്യണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. സാങ്കല്പികമായ ചോദ്യം. ഇതാണ് ആകത്തുക വാഫി അലുമിനി അസോസിയേഷന് ചോദിക്കാനുള്ളത്. ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത്, ആ കൂട്ടൽ ചിന്തിക്കുന്ന നല്ല മക്കളുണ്ട്, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന വാഫി സുഹൃത്തുക്കൾ ഇതൊക്കെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ പുകമറ സൃഷ്ടിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ 9 കാര്യങ്ങൾക്ക് പ്രവേശിക്കുന്ന മുമ്പ്, ഈ പ്രശ്നത്തിൽ 6 കൊല്ലത്തിനകം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര അവധാനതയോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. 7 തവണ, 1 തവണയല്ല 2 തവണയല്ല 7 തവണ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ, ബഹുമാന്യവരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ മുഴുവൻ വഴുതി പോയതാരായിരുന്നു? ഇവരായിരുന്നു. ഞാൻ ഡേറ്റ് വെച്ച് നിങ്ങളെ കാര്യം പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ പറയട്ടെ. ഒന്നാമത്തെ ശ്രമം ഞാൻ നേരിട്ടറിയുന്ന ശ്രമം കേട്ടോ, അല്ലാതെ വേറെ ഒരുപാട് ശ്രമം നടന്നിട്ടുണ്ട്. 29/1/22 പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളന ദിവസം നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഈ വിനീതനും ഡോക്ടർ ബഷീർ പനങ്ങരയും സ്വസ്ഥമായി റൂമിലിരുന്ന് സംസാരിച്ചു. തങ്ങളെ ഈ പ്രശ്നം നമുക്ക് തീർക്കണ്ടേ, കാരണം തങ്ങൾക്കറിയാം നമുക്ക് ആത്മാർത്ഥമായി തീരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന്, തീർക്കണം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ രാജി തൽക്കാലം വാങ്ങി ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മാത്രമേ സംസാരിക്കാൻ, മുതിർന്ന ആളുകളെ കൂട്ടത്തിൽ വേണ്ട ചോദിച്ചു. അത് ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം, MSc മായനാജി മതി ചോദിച്ചു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപദേശകനാണ്, വിദ്യാഭ്യാസമുള്ള മെമ്പറാണ്, അദ്ദേഹം മതിയായിരുന്നു. ഞാൻ പറയാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിറ്റേ ദിവസം മായനാജി വിനീതനെ വിളിച്ചു. തങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ സംസാരിക്കുന്നത്? അതെ അതെ. നമുക്ക് എങ്ങനെയായിട്ട് സംസാരിക്കാതെ ചോദിച്ചു. അദ്ദേഹം തന്നെ, ഞാൻ ആദ്യം അദ്ദേഹം ടെലിഫോൺ ചെയ്യട്ടായിരുന്നു. അദ്ദേഹം ടെലിഫോൺ ചെയ്തു, മറുപടി നമ്മൾ അറിയിച്ചു. വാഫി വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, മുഖത്തടിച്ച പോലെ. അപ്പം മായനാജി പറഞ്ഞു, ഞാൻ പറഞ്ഞു
എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്, സംസാരിക്കണം എന്ന് പറയുന്നത്. സാദിഖ് അലി ശിഹാബ് പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളും, അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതൊരു നിസ്സാര വിഷയമല്ലല്ലോ. എത്ര മാന്യമായി ആ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് ഏൽപ്പിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ തങ്ങളെ തൊട്ട് താഴെയുള്ള മനുഷ്യൻ അവരെ വിളിച്ചിട്ട് ഇനി വിഷയത്തിൽ ചർച്ചയില്ല. നമ്പർ 1, ഇതൊക്കെ നിഷ്പക്ഷമതികളായ എൻ്റെ വാഫി സുഹൃത്തുക്കളും നല്ലവരായ സഹോദരങ്ങളും മനസ്സിലാക്കണം. ഈ പറയുന്നതിൽ കളവിന്റെ അംശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാമല്ലോ. MC മായനാജി സാക്ഷി, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സാക്ഷി, സമസ്തയുടെ പണ്ഡിതന്മാർ സാക്ഷി. രണ്ടാമത്തെ ശ്രമം 2022 മെയ് 2 രണ്ടാം ശനി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ച് ശ്രമിക്കുമ്പോൾ വിശാലമായി MT ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദ്മാരോട് ഞാൻ പേഴ്സണലായി സംസാരിച്ചപ്പോൾ സമദ് പൂക്കോട്ട് ഒരു വിഷയത്തിൽ സംസാരിച്ചിരുന്നു. MT ഉസ്താദ് പറഞ്ഞു, ഒക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. വിവാഹപ്രായം ആ ഒരു വിവാഹം നടത്തിയാൽ പുറത്താക്കുന്നില്ല, അവിടെ നമുക്ക് അംഗീകരിക്കാൻ ശരീഅത്ത് അനുവദിച്ചൊരു കാര്യം നമുക്ക് എതിർക്കാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. അവിടെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാന്നാണ്. ബാക്കിയൊക്കെ അംഗീകരിക്കാമെന്ന് മറുപക്ഷം മൊത്തത്തിൽ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് തന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വിവാഹം നടത്താൻ പാടില്ല എന്നുള്ള വാക്ക് വേണ്ട, മറിച്ച് പഠനത്തിന് തടസ്സമായ ഒന്നും ഉണ്ടാവില്ല എന്ന് കല്യാണം നിക്കാഹ് നടത്തുന്ന സമയത്ത് വരൻ്റെ അടുത്തുനിന്നും അതുപോലെ വധുവിൻ്റെ അടുത്തുനിന്നും എഴുതി വാങ്ങാം, എന്നാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ വിഷയം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. തങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2022 മെയ് 2 ശനിയാണ് വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നു. തങ്ങൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചു. ചെന്ന് അപ്പുറത്തെ റൂമിൽ ഇരുന്ന് സംസാരിച്ചു. ഞാൻ ഹക്കീം വൈസിയായിട്ട് വിഷയം സംസാരിച്ചിരുന്നു. മൂപ്പര് പറഞ്ഞ പ്രശ്നം നമുക്ക് തീരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പരിഷ്കരണം നമുക്ക് വരുത്താം. അവർക്ക് കത്ത് വാങ്ങുന്നതിന് പകരം ചേരുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ എഴുത്ത് വാങ്ങുക, പഠനത്തിന് വിഘാതമായത് ഒന്നും ഉണ്ടാവില്ല എന്ന് എഴുത്ത് വാങ്ങുക, അങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നാണ്. അത് തങ്ങളെ അഭിപ്രായമാണെന്ന് അറിയില്ല, അദ്ദേഹം സംസാരിച്ച അദ്ദേഹം അഭിപ്രായം അറിയില്ല. തങ്ങളെ അതൊന്നും ഉസ്താമാർക്ക് എതിർപ്പ് ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ സമദിനെ വിളിക്കുന്നതാണ്. സമദ് പൂക്കോട്ടിനെ ഉള്ളിൽ പോയി വിളിച്ച് റൂമിൽ കൊണ്ടുവന്ന് സംസാരിച്ചു. നമുക്ക് അങ്ങനെ ചർച്ച ചെയ്താൽ തീരുമാനിക്കാൻ തന്നു. അതനുസരിച്ച് തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തങ്ങൾ പിന്നെ സമദ് പൂക്കോട്ടർ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്ത് ഉസ്താദ്മാരുടെ അടുത്ത് ഇപ്പം തന്നെ മീറ്റിംഗിൽ എല്ലാവരും ജഫരി തങ്ങളും MT എല്ലാവരും ഉണ്ടല്ലോ, അവിടെ പോയിട്ട് പറഞ്ഞിട്ട് അവരെ കൂടി തീരുമാനമാക്കി മാറ്റുകയായിരുന്നു. തിരക്കിടില്ലായിരുന്നു. അങ്ങനെ 3 പേരും ഉള്ളിലേക്ക് പോയി ഈ ഉസ്താദ്മാരുടെ ഈ കാര്യം സ്വകാര്യം പറഞ്ഞു. MT സാർ എഴുന്നേറ്റ് പറഞ്ഞു, സാദിഖ് അലി തങ്ങൾ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവരായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, ഇതാണ് വിഷയം എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ തങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചു. ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാടൻ്റെ വീട്ടിലിരിക്കുക. അവിടെ തന്നെ അംഗീകരിച്ചപ്പോൾ പറഞ്ഞു, തങ്ങൾ പറഞ്ഞു മായനാജ് ഒന്ന് ഈ മീറ്റിംഗിൽ വരണമെന്നാണ്, ഇസ്മായിൽ കുഞ്ഞാജി മാനറി മീറ്റിംഗിൽ ഒന്ന് വരണമെന്നാണ്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് ഇരിക്കാം, ഞാൻ അദ്ദേഹത്തെ ഏർപ്പാട് ചെയ്യാറ്. ഞായറാഴ്ച ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ മീറ്റിംഗ് നടക്കൂലട്ടോ, വേണ്ടപ്പെട്ടല്ലോ അറിയിച്ചെളിന്ന് പറഞ്ഞു. എന്തേന്ന് നമ്മൾ ചോദിക്കുന്നത് മര്യാദകേടാണല്ലോ. ഈ മെയ് മാസം അവസാനം തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ട ജാമിയ കലിമ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ ഫ്രീ ആയി കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ എന്തേ നടക്കാതെ പോയത് പറഞ്ഞു. അത് പാണക്കാട് വെച്ചൊരു വിഷയം പറഞ്ഞ് തർക്കിച്ച് പിരിവിൽ അർത്ഥമല്ലല്ലോ, അതുകൊണ്ട് വേണ്ട വെച്ചതാണ്. തങ്ങളൊരാളെ കുറ്റം പറയാൻ എനിക്ക് മനസ്സിലായ സംഭവം അയാൾ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. മൂന്നാമത് ശ്രമിച്ചത് 8/6/22 ചേർന്ന മുഷാവറ CIC-യുമായുള്ള സംഘടനാ ബന്ധം അവസാനിപ്പിച്ചു. അത് രേഖാമൂലം അവർ അറിയിച്ചു. അറിയിക്കാൻ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് രൂക്ഷമായ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കി. പ്രശ്നങ്ങൾ ഈ ഒരുപാട് സമസ്തക്കെതിരെ, സമസ്തന്റെ പണ്ഡിതന്മാർക്കെതിരെ നിരന്തരമായ പച്ചയായ വിമർശനങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച്. അപ്പൊ സമസ്ത തൽക്കാലം പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല എന്ന ബന്ധം വിച്ഛേദിച്ചു. തുടർന്ന് 30/6/22 പാണക്കാട് വെച്ച് ചർച്ച നടത്താൻ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും സമസ്തയുടെ നേതാക്കന്മാർ തീരുമാനിച്ചു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബിന്റെ നേതൃത്വത്തിൽ 2 തീരുമാനം, സമസ്ത പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. ഒന്ന്, CIC ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതികൾ ദുർബലപ്പെടുത്താൻ സമസ്ത കേന്ദ്ര മുഷാവറ 3 കാര്യങ്ങളും പഴയ രൂപത്തിൽ തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്യാം. ഭരണഘടനയിൽ സമസ്തകൾ അവകാശമൊക്കെ മാറ്റി തിരിച്ച് ഭരണഘടന തന്നെ ഉണ്ട്. അപ്പോഴേക്കും ഒരുപാട് കെണികളുണ്ടാക്കി വെച്ച് ഭരണഘടനയൊക്കെ മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ തീരുമാനം, വഫിയ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന പെൺകുട്ടികളുടെ പഠനകാലത്ത് വിവാഹം CIC തടസ്സപ്പെടുത്തുകയോ തുടർ നടപടി ഉണ്ടാവുകയോ ചെയ്യുന്നതല്ല. കറക്റ്റ്, ആ പ്രശ്നം തീർന്നു. ആരാണ് തീരുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇവരാണല്ലോ ഈ തങ്ങൾ അങ്ങട്ടാണ് ഇങ്ങട്ടാണ്, തങ്ങൾ തേനാണ് പാലാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഈ പാർട്ടി. നിങ്ങൾ കേട്ടോ, ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉസ്താദ്മാരും കൂടി ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. ആ തീരുമാനം എടുത്തിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ലെറ്റർ ഹെഡിൽ തങ്ങൾ എഴുതി ഒപ്പിട്ട് ഈ 2 കാര്യങ്ങൾ കൃത്യമായി സമസ്ത മുഷാവറക്ക് കൊടുത്തു. സമസ്ത മുഷാവറ എത്ര മാന്യമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചു. തൊട്ടടുത്ത ദിവസം സമസ്ത മുഷാവറ
ഈ വാഫി വഫിയയുമായുള്ള ബന്ധം ഇല്ല എന്ന് പറഞ്ഞ തീരുമാനം മാറ്റി സമസ്ത ബന്ധം പുനഃസ്ഥാപിച്ചുവെന്ന് സമസ്ത പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും പ്രസ്താവന തൊട്ടടുത്ത ദിവസം 2/7/22 സുപ്രഭാതം പത്രത്തിൽ വന്നു. അവർ കത്ത് കൊടുത്തു. അപ്പൊ പ്രശ്നം തീരുമല്ലോ, ഇവർക്ക് പ്രശ്നം തീരാൻ പാടില്ല. ഇവർ നേരെ എന്തു ചെയ്തു? ഫസ്റ്റ് ചെയ്തത് സകലമാന വാഫി വഫിയുടെയും ഗ്രൂപ്പുകളിലേക്ക് ഇവർ മെസ്സേജ് ഇട്ടു. ഇനി ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് വാഫിയുണ്ട്, മോനുണ്ട്, വഫിയ മോളുണ്ട്, പക്ഷെ അള്ളാന്റെ ഫضل കൊണ്ട് വഴിതെറ്റി പോയിട്ടില്ല. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അവർ മക്കൾ പറഞ്ഞതാ ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് തന്നു. ആ മെസ്സേജിലെ വാക്ക് ഇങ്ങനെ: ആരും ഈ തീരുമാനം നന്നായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടരുത്. ഒരൊറ്റ കുട്ടിയെ അംഗീകരിച്ചില്ലല്ലോ വഫിയന്റെ നേതൃത്വം. ഇത് ശരിവച്ചില്ല. ഈ പ്രശ്നം സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീർത്തുകൊണ്ട് സമസ്തക്ക് കത്ത് കൊടുത്തത് അംഗീകരിച്ചു, പ്രസ്താവന ഇറക്കിയില്ല, പ്രതികരിച്ചില്ല, മാത്രം നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തു. ഈ വാഫികൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. സംഭവമല്ലേ? സംഭവമല്ല. ഇവർക്കൊക്കെ അറിയാം. ഞങ്ങൾ രാവിലെ ചർച്ച ചെയ്തിരുന്നു. എല്ലാവർക്കും ആ മെസ്സേജ് കൊടുത്തു. അതിന് നിന്നിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖവി ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരു പരിപാടിയിൽ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നപ്പോൾ അദ്ദേഹം നേർക്കുനേരെ കോഴിക്കോട് ഖാദി ജമലുൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു, ആ തീരുമാനം ഞങ്ങളോട് പറയണ്ട, അത് നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അത് സാദിഖ് തങ്ങളുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കൂല, അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അത് മാറ്റിവെച്ചു. എന്നിട്ട് ഇതിനെതിരെ ശക്തമായ പ്രചാരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുൻകൈയെടുത്ത ആ തീരുമാനവും അതിലംഘിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. നാലാമത്തെ ശ്രമം 22/9/22 വ്യാഴാഴ്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് വസതിയിൽ വീണ്ടും ചർച്ച. ആ ചർച്ചയിൽ ജിഫ്രി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. അവരൊക്കെ ചർച്ച ചെയ്തെടുത്ത തീരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 4 കാര്യങ്ങൾ തീരുമാനിച്ചു. അത് ഞാൻ നിങ്ങൾ നേരത്തെ വായിച്ചു കേൾപ്പിച്ചു. വാഫി വഫിയ സംവിധാനവുമായി ബന്ധപ്പെട്ട് 1, സമസ്ത കേരള ജമിഅത്ത് കേന്ദ്ര മുശാവറ തയ്യാറാക്കി സ്ഥാപനങ്ങൾക്ക് അംഗീകരിച്ച മാർഗരേഖ അംഗീകരിക്കുക. 2, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രശ്നമുണ്ടാക്കിയ ആളുകൾക്ക് നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിപ്പറയുക. CIC സെനറ്റിൽ ഒഴിവാക്കിയ 2 ആൾക്കാർ തിരിച്ചെടുക്കുക, വീണ്ടും ശേഷം നമ്മൾ ഇരിക്കാം. ഈ 3 കാര്യവും അവർ അംഗീകരിച്ചില്ല, നടപ്പാക്കിയില്ല, അങ്ങനെ തന്നെ മാറ്റിവെച്ചു. ആ ചർച്ചയും പൊളിഞ്ഞു. 6ാമത്തെ അതെ 5ാമത്തെ ചർച്ച. 5ാമത്തെ ചർച്ചയാണ് മാത്രമല്ല ഈ തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അംഗീകരിക്കാത്ത നിലയ്ക്ക് നിഷേധാത്മക മറുപടിയും കൊടുത്തു. 5ാമത്തെ ചർച്ച ഞാനും കോഴിക്കോട്ട് മാഷും ഒരിക്കൽ ചർച്ച ചെയ്തു. നമ്മുടെ സംസ്ഥ മാനേജർ മാഷേ, ഈ പ്രശ്നം ഇങ്ങനെ തീർക്കണ്ടേ? നമ്മൾ ഈ സുന്നി മക്കൾ ഈ അഭിപ്രായത്തിൽ കുടുംബത്തിനും കലഹം, എല്ലായിടത്തും പ്രശ്നം, നാട്ടിലും പ്രശ്നം, ഗൾഫിലും പ്രശ്നം. കുഞ്ഞാൽ സാഹിബ് വന്നിട്ട് ബന്ധപ്പെട്ടാലോ? മൂപ്പർക്ക് പ്രശ്നങ്ങൾ തീർക്കാനുള്ള ചില കഴിവുകളുണ്ടല്ലോ. മൂപ്പര് പലപ്പോഴും കണ്ടതാണല്ലോ. തിരക്കിടില്ലായിരുന്നു. ഞങ്ങൾ ടെലിഫോൺ ചെയ്തു അദ്ദേഹത്തെ. ടെലിഫോൺ ചെയ്തപ്പോൾ ഈ പ്രശ്നം നമുക്ക് തീർത്തൂടെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും തീർക്കണം. നിങ്ങൾ ആറ്റപ്പൂവിൻ്റെ ആണ്ടിന് വരൂല വെച്ചു. ആ വരും തന്നു. എന്നാൽ അവിടുന്ന് ആണ്ടിൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ, ഞാൻ വീട്ടിൽ എടുക്കും പോകില്ലായിരുന്നു. ഇവിടെ സമാധാനവും ഞങ്ങൾ ചെന്നു. മൗലൂദൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിലേക്ക് പോകാനിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, ആബിദ് ഹുസൈൻ MLA ഉണ്ട്, അവിടെ പോകല്ലേ ചോദിച്ചു. എവിടേക്ക് ചോദിച്ചു? കുഞ്ഞാലി സാഹിബിൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ട് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ 3 പേരും പോയി സംസാരിച്ചു. ഡേറ്റ് 23/2/23 1ാമത്തെ ആണ്ടിന്റെ ദിവസം കേട്ടോ. 23/2/23 അങ്ങനെ സംസാരിച്ചു. കുഞ്ഞാലി സാഹിബ് അരമണിക്കൂറോളം സംസാരിച്ചു. ഇവർ കുറച്ച് വാശിക്കാരാണ്, പെട്ടെന്നൊന്നും വഴങ്ങൂല. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഘട്ടം ഘട്ടമായിട്ട് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റാണ്. മൂപ്പര അധികാരം ഉപയോഗിച്ച് ഇവരെ സെനറ്റ് വിളിച്ചെടുക്കട്ടെ. സെനറ്റ് പറഞ്ഞാൽ സാധാരണയൊക്കെ യൂണിവേഴ്സിറ്റി കണ്ടക ഇതൊക്കെ കോപ്പി എടുത്ത് ഇവർ വലിയ ആളുകളാക്കി അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ജനറൽ ബോഡി അറിയാം, നമ്മുടെ ഭാഷയിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് അപ്പം ഹക്കീം വൈസിന്റെ രാജി തങ്ങളെ കൈ കൊടുത്തിട്ടുണ്ട്. ആ രാജി സ്വീകരിച്ചു പറഞ്ഞാൽ തങ്ങൾ മിനിറ്റ്സ് എഴുതുക. അവിടെ അംഗീകരിക്കുമല്ലോ തങ്ങൾ പറഞ്ഞാലേ. പിന്നെ അപ്പം തൽക്കാലം ചെയ്യേണ്ട, വേറെ പകരം സെക്രട്ടറിനെ കൊടുക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സമസ്തക്ക് പറ്റുന്ന ഒരാളെ, എന്നാൽ വലിയ അവർക്ക് പറ്റാത്ത ആളാണ്ട് തീവ്രവാദികളാകണ്ട, നമ്മൾ പോലത്തെ ആൾക്കാരുണ്ടാകുന്ന നിർത്തും, കുറച്ചൊക്കെ മിതവാദികളായ സമസ്തക്കാരപ്പെട്ട ഒരാളെ സെക്രട്ടറി ആയിട്ട് തങ്ങൾ നിശ്ചയിക്കുക. അവർ പകുതി നമുക്ക് ഗ്രിപ്പാവും. പിന്നെ ക്രമേണ സമസ്ത ശ്രദ്ധിച്ചാൽ മതി. പുതിയ സ്ഥാപനമൊക്കെ വരുമ്പോൾ അതിൻ്റെ കൗൺസിലർമായി വരും നമ്മളെ ആൾക്കാരനല്ലേ, പാർട്ടിയും ശ്രദ്ധിക്കുക. ആ നിലയിൽ പ്രശ്നം പരിഹരിക്കുക. പക്ഷെ ഒരു കാര്യങ്ങൾ ചെയ്യണം, ഇത് പബ്ലിക് നമ്മൾ പറയണ്ട, മറിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ്, പബ്ലിക് പറയാൻ പറ്റൂലല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഏൽപ്പിച്ചു എന്ന് സമസ്തന്റെ നേതാക്കന്മാർ പാണക്കാട് വന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ മതി. ബാക്കി കാര്യം നമുക്ക് കാര്യം ചെയ്യാറുണ്ട്. ഒരാഴ്ചക്കാരൻ ജനറൽ ബോഡി വിളിച്ചു വിട്ടായിരുന്നു. ഞങ്ങൾ സന്തോഷം, അത് ഓക്കെ പറഞ്ഞു. ഇന്നപ്പം തന്നെ സാദിഖ് തങ്ങൾ പോകാൻ തീരുമാനം ആക്കിയായിരുന്നു. അവരൊരു വണ്ടിയിലും നമ്മളൊരു വണ്ടിയിലും വന്നു. സാദിഖ് തങ്ങളോട് ആദ്യം ഇവർ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ
ആബിദ് ഹുസൈൻ MLA പുറത്തു വന്നു. പകരം സെക്രട്ടറി ആരാ നിങ്ങൾ ഉദ്ദേശിക്കുന്നു തങ്ങൾ ചോദിക്കേണ്ടി വന്നു. ഞങ്ങൾ സമത് പൂക്കോട്ടൂർ ആയിക്കോട്ടെ ഞങ്ങൾ ധാരണയാക്കിയിരുന്നു. അപ്പോൾ തങ്ങൾക്ക് പോരാ ഓക്കെ കുഴപ്പമില്ല. അതനുസരിച്ച് തീരുമാനം എടുത്തു, അംഗീകരിച്ചു. ഞങ്ങളും തങ്ങളടുത്ത് പോയി സംസാരിച്ച് ഓക്കെ ആക്കി. നേരെ ജിഫ്രി തങ്ങളെ വിളിച്ചു. തങ്ങൾ വീട്ടിലുണ്ട്. ഞാനും മൊയ്ട്ട് മാഷ് ഉച്ചയ്ക്ക് 2-3 മണിക്ക് ജിഫ്രി തങ്ങളെ വീട്ടിലെത്തി. തങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു. തങ്ങൾ എല്ലാം ഇതൊക്കെ തീർന്നുള്ള മനസ്ഥിതിയാണ്. തങ്ങൾ പറഞ്ഞു നമുക്ക് ഞാൻ അങ്ങനെ വാർത്താ സമ്മേളനം തങ്ങൾ ഉസ്താദന്മാരോട് പറഞ്ഞോളി, പാണക്കാട് നിന്ന് വാർത്താ സമ്മേളനം അതുകൊണ്ട് പ്രശ്നങ്ങൾ ജനം കൂടി തീർക്കാൻ നല്ല കാര്യമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് പാണക്കാട് വെച്ച് വാർത്താ സമ്മേളനം നടന്നു. നിങ്ങൾ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നം പരിഹരിക്കാൻ പൂർണ്ണമായും ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് സാദിഖ് തങ്ങൾ ചാനലിൻ്റെ മൈക്കുകൾ വാങ്ങിയിട്ട് പറഞ്ഞു ഇതോടുകൂടി പ്രശ്നം തീർന്നായി കണക്കാക്കാൻ ഞാൻ വൈകാതെ പരിഹരിക്കും. പഠിപ്പ് കൊടുക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോകണം. പരീക്ഷ നടത്താൻ വേണ്ടപ്പെട്ട അധ്യാപകർക്ക് തിരിച്ചു, കാരണം അവർക്ക് പ്രതിഷേധത്തിലായിരുന്നു. സ്മൂത്തായി നടന്നു പോകുന്ന സാഹചര്യം വന്നു. നമ്മൾ വിചാരിച്ചതോടെ പ്രശ്നം തീരുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയായിട്ടും ജനറൽ ബോഡി വിളിച്ചു കേൾക്കുന്ന വിവരങ്ങളില്ല. പിന്നീടുണ്ടായ സംഭവം, ബഹുമാനപ്പെട്ട ഇതിലെ മെമ്പറായ ആബിദ് ഹുസൈൻ MLA സമസ്തയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദിന്റെ വീട്ടിൽ ചെല്ലുന്നു. ആലിക്കുട്ടി ഉസ്താദിനോട് പറയുന്നു അന്ന് നമ്മളുണ്ടാക്കിയ ആ പാക്കേജ് നടപ്പാക്കാൻ പ്രയാസമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെടുത്ത തീരുമാനത്തിന് പിൻവാങ്ങൂല. അപ്പൊ ഈ കഴിഞ്ഞ കാലത്തെ എല്ലാ അനുഭവങ്ങൾ പോലെ ഇതിനും ആര് വഴങ്ങിയിട്ടുണ്ടാവില്ല? ഈ ടീം വഴങ്ങിയിട്ടുണ്ടാവില്ല. തങ്ങളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ തങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാൻ തയ്യാറാകണ്ടേ? നമ്മളൊന്നും ജീവിതത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെപ്പോലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങൾ പറയേണ്ട ഒരു സൂചന പറഞ്ഞാൽ ആ കാര്യം അംഗീകരിച്ച് നടപ്പാക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇവരാണ് തങ്ങൾ സ്നേഹം, പാണക്കാട് സ്നേഹം പറഞ്ഞ് നമ്മളെ പാണക്കാട് വിരോധികളാക്കി മാറ്റുന്നത്. അടുത്ത തീരുമാനം ചർച്ച. ഇപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞു. 6ാമത്തെ കാര്യം, വീണ്ടും ഈ മധ്യസ്ഥ സമിതി രംഗത്ത് വന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാഴി സാഹിബ്, MT ഉസ്താദ്, ജിഫ്രി തങ്ങൾ ടീം തുടങ്ങിയ ആളുകൾ. അവർ 2023 ജൂൺ 1-ന് 6 തീരുമാനങ്ങൾ എടുത്തു. ഈ 9ൽപ്പെട്ട 6 തീരുമാനങ്ങളാണിത്. അവിടെയാണ് 9 തീരുമാനങ്ങൾ പ്രസക്തി. ഈ 6 തീരുമാനങ്ങൾ എടുത്ത് അതുവഴി പ്രശ്നം തീരേണ്ടതാണ്. ആ 6 തീരുമാനങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തു. മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്ത അംഗീകരിച്ച് അയച്ചു കൊടുത്തു. അവർ ചെയ്ത പണി കേൾക്കണോ? ഈ 6 തീരുമാനങ്ങൾ അയച്ചു കൊടുക്കുന്നത് സെനറ്റ് അംഗീകരിച്ച് സമസ്ത മുഷാവറക്ക് കൈമാറണമെന്ന തീരുമാനം. അതിന് പകരം അവരെന്ത് ചെയ്തു വെച്ചാൽ ഹക്കീം ഫൈസിന്റെ രാജി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിച്ചു എന്ന വാർത്താ സമ്മേളനം നടത്തിയത് മാറ്റിയിട്ട് എന്താക്കി? അദ്ദേഹം ഇവർ മാറ്റി സാദിഖ് അലി തങ്ങൾക്ക് രാജി സ്വീകരിക്കാൻ അവകാശമല്ല, അധികാരമല്ല. അത് ഈ സെനറ്റിനാണ് അധികാരം. അതുകൊണ്ട് രാജി സ്വീകരിച്ച് ദുർബലപ്പെടുത്തി. ഇതൊക്കെ പുറത്തേക്ക് അവർ കൊടുത്ത വാർത്തയാണ്. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ അവഹേളിക്കുന്ന വിധം തങ്ങൾ രാജി സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ടെന്നാ. അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് ദുർബലപ്പെടുത്തി. ഇനി 2ാമത് ഞങ്ങളും തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഏതുപോലെ? പണ്ടൊരു നമ്പൂരിണ്ട്, ഒരു യാചകൻ ചെന്നു. യാചകൻ ചെന്നപ്പോ ഇവിടെ പൈസ ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അത് പോയി. കുറച്ച് പോയപ്പോ അല്ലല്ല ആളെ വിളിക്കും കിട്ടുമായിരുന്നു. യാചകൻ വിളിച്ചിട്ട് ഇവിടെ ഒന്നുമില്ല പോയിക്കു പറഞ്ഞു. പറയേണ്ട ആൾ ഞാനാണെന്നാ. ഈ തരത്തിൽ ഇവർ പച്ചയായി എന്ത് ചെയ്തു? നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു. അത് നേതൃത്വം തീരുമാനിച്ച് പറഞ്ഞ കാര്യം അത് പാണക്കാട് തങ്ങൾ പറഞ്ഞ തീരുമാനം ഞങ്ങൾ ദുർബലപ്പെടുത്തി. 2ാമത് കുറച്ച് കഴിഞ്ഞ് ചർച്ചയിൽ വീണ്ടും ആ രാജ്യം സ്വീകരിച്ചു മാറ്റി. അത് മാത്രം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സമസ്തയും മുസ്ലിം ലീഗിന്റെ നേതാക്കളും സംയുക്തമായെടുത്ത തീരുമാനം അംഗീകരിക്കാൻ കൂടിയ സെനറ്റിൽ അത് അംഗീകരിക്കുന്നതിന് പകരം സമസ്തക്കെതിരെ 2 പ്രമേയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വാക്കുകൾ പ്രസിദ്ധീകരണം കൊടുക്കായത് ഈ പറഞ്ഞ സെനറ്റ്. നിങ്ങൾ ഓർത്ത് നോക്കി എത്ര മോശമായിട്ടാണ് അവർ പെരുമാറുന്നത്. അപ്പോഴാണ് വീണ്ടും സ്റ്റക്കായത്. വീണ്ടും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്ത നേതാക്കന്മാരും നിരാശരായില്ല. വീണ്ടും അവരെ യോഗം ചേർന്നു. വീണ്ടും അവർ യോഗം ചേർന്നിട്ട് വീണ്ടും ചർച്ച തുടർന്നു. വീണ്ടും പുതിയ ഡിമാൻഡുകൾ വെക്കേണ്ടി വന്നു. അങ്ങനെ 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു 9 കാര്യങ്ങളായി. അത് 8/12/23 ലാസ്റ്റ് എല്ലാ തീരുമാനങ്ങളുമായി 9 തീരുമാനങ്ങൾ എഴുതി വെച്ച് ഫൈനലായി സമസ്ത മുഷാവർക്ക് സമർപ്പിച്ച് മുഷാവർക്ക് കൈമാറുന്നത്. ഈ 9 കാര്യങ്ങൾ ലാസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലൂർ സാഹിബ് എഴുന്നേറ്റ് വന്നു. മുഷാവറയിൽ അതിൽ പങ്കെടുത്ത നേതാക്കന്മാർ പറയുന്നു, എഴുന്നേറ്റ് പറഞ്ഞു, ഈ 9 ഇനി ഇവർ അംഗീകരിക്കുകയാണെങ്കിൽ ഇതോടെ പ്രശ്നം തന്നെ സമസ്തന്റെ ഭാഗത്ത് പുതിയ സജഷൻ വരാൻ പാടില്ല. ഓക്കെ, എല്ലാവരും അംഗീകരിച്ചു. നമുക്ക് എത്ര മതിയല്ലോ. അഥവാ ഇനി 9 കാര്യം ഇനിയും ഇവർ ഇതും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് പ്രസിഡന്റാണ് രാജിവെക്കുക, വേറെ വഴിയില്ല. അതും അംഗീകരിച്ചു. അങ്ങനെ പിരിഞ്ഞിട്ടാണ് സമസ്ത മുഷാവറ 8/12/23 ഈ 6 കാര്യവും പ്ലസ് മധ്യസ്ഥന്മാരുടെ 3 കാര്യങ്ങളും 9 കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി മുഷാവറ ശരി വെച്ച് ഈ CIC-ക്ക് അയച്ചു കൊടുത്തത്. ആ CIC ഇവർ ഇന്നലെ പറഞ്ഞ 2 പ്രശ്നമാണ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാ കാര്യവും അംഗീകരിച്ചിട്ടുണ്ട്, ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. വെറുതെ പറയണം അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ പറയുന്നു, ഈ 9 കാര്യങ്ങളിൽ
ഒരു കാര്യം പോലും നിങ്ങൾ മര്യാദയ്ക്ക് അംഗീകരിച്ചതായി തെളിവ് തരികയാണെങ്കിൽ ആ നിമിഷം നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല, ധിക്കാരാണ് നിങ്ങൾ കാണിച്ചത്. വേദനയുണ്ട്. ഇവർ എത്ര ഉത്തരവാദപ്പെട്ട ആളുകളാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സമുദായത്തിന്റെ നേതാവല്ലേ? ഈ മുസ്ലിം ഉമ്മത്തിൽ സുന്നികളും അംഗീകരിക്കും, മുജാഹിദും അംഗീകരിക്കും, ജമാഅത്തും അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് പാണക്കാട് തങ്ങൾ. പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവാണ്, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ്. സമസ്തയുടെ ഏറ്റവും ടോപ്പ് ലീഡർമാരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ ആദരണീയരായ പണ്ഡിതന്മാർ. അവരൊക്കെ കഷ്ടപ്പെട്ട് 2, 3, 4 ദിവസം മാസങ്ങൾക്കകം ഇരുന്ന് തയ്യാറാക്കിയ ഒരു ഫോർമുല, ആ ഫോർമുല അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അതിൽ ഓരോന്നും വെള്ളം ചേർത്തുകൊണ്ട് തിരിച്ചടി എഴുതി കൊടുത്തു. ഒരു മര്യാദ വേണ്ടേ? ഇവർ പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭരണഘടനാപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് എഴുതുന്നത് എന്നുള്ള, ഭരണഘടനാപരമായി നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരണഘടനാപരമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ പാടില്ലാത്തത് മനസ്സിലാക്കാൻ കഴിവില്ലേ? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കാത്ത കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? MT ഉസ്താദിന് കഴിവില്ലേ? കൊയ്യോട് ഉസ്താദിന് കഴിവില്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണ്. അതിന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഒരു സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു സൊസൈറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നിർബന്ധമായി സ്വാധീനം ചെലുത്താൻ പാടില്ല. ആരാണ് ഇവിടെ സ്വാധീനം ചെലുത്തുന്നത്? ആരാണ് CS-ന്റെ ആഭ്യന്തര കാര്യങ്ങൾ കലഹിക്കുന്നത്, ഇടപെടുന്നത് നിർബന്ധമായിട്ട്? മറിച്ച് 2 സൊസൈറ്റികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ രഞ്ജിപ്പിന് വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾ കോടതി അംഗീകരിക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി ആ പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ മധ്യസ്ഥ ശ്രമ തീരുമാനങ്ങളല്ലത്. ഇത് ഭരണഘടന ചേർക്കാനാണോ? വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിയമവും ഇതും തമ്മിലൊരു ബന്ധമല്ല. നിയമപരമായ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. നല്ല നിലയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടി വളരെ മാന്യമായ ചില നിർദ്ദേശങ്ങൾ വെക്കുക, ഇത്രമാത്രം. അതിനപ്പുറം ഒന്നുമില്ല. അത് കേട്ടാൽ നിങ്ങളെന്നെ അത്ഭുതപ്പെടും. ഇതെന്താ അംഗീകരിക്കുന്നത്? ഒന്നെന്താ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി വഫിയും CIC-യും മുന്നോട്ട് പോകുക. എന്താ അതിന് കുഴപ്പമുള്ളത്? അപ്പം തന്നെ അവിടെ വെട്ടിയിട്ടുണ്ടാക്കി. വഫി ആ സംവിധാനവും CIC-യും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക. സുന്നത്ത് ജമാഅത്ത് സമസ്ത ഞങ്ങൾ അംഗീകരിക്കുക. പല വട്ടം ഒരു നിങ്ങൾ സമസ്തയെ ഞങ്ങൾക്ക് സംഘടനാ ബന്ധമില്ല, സംഘടനാപരമായി ഞങ്ങൾക്ക് കിടപ്പാടില്ല, മറിച്ച് സമസ്തന്റെ ആദർശം തന്നെ ഞങ്ങളുടെ ആദർശം. അതന്നല്ലേ AP പറയണത്, അതന്നല്ലേ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ പറയണത്, അതല്ലേ സമസ്താനി പറയുന്നത്, എല്ലാ പാർട്ടിക്കാരും അതന്നല്ലേ പറയുന്നത്. സമസ്തനെ അംഗീകരിക്കൂല, പക്ഷെ ഞങ്ങളതനുസരിച്ച് വേറിട്ട് പോകും. ഇതേപോലെ 9 കാര്യം വായിച്ചു നോക്കിയാൽ ഒരെണ്ണം പോലും, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാത്തത്, 9-ൽ ഒരു കാര്യം പോലും നേരെ ചൊവ്വേ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രം നേരെ എന്ന് തോന്നിപ്പിക്കും. പക്ഷെ മേൽക്കാര്യങ്ങൾ എന്ന് പറയുന്നിടത്ത് അവരെഴുതിയ മേൽക്കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമസ്ത നമ്മുടെ മധ്യസ്ഥന്മാർ കൊടുത്ത കാര്യങ്ങളല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒറ്റൊന്നും നേരെ എഴുതിയിട്ടില്ല. ഞാൻ ദീർഘിപ്പിച്ചു പോയി, ക്ഷമിക്കണം, സ്നേഹാദരവ് അപേക്ഷിക്കുക. ഒറ്റ കാര്യം കൂടി വിട്ടുപോയത് പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു തീരുമാനം, മോയിൻകുട്ടി മാഷും ഞാനും കൂടി താല്പര്യം എടുത്ത് അങ്ങനെ കുഞ്ഞാലി സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങളും എടുത്ത തീരുമാനം, ആ തീരുമാനം പിന്നെ നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. പകരം ഹക്കീം ഫൈസിയുടെ രാജി സ്വീകരിച്ച് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഹബീബുള്ള ഫൈസിയെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി അവരോധിച്ചു. സ്വാഭാവികമായും ഒരു വൈകാരിക പ്രശ്നം സമസ്തയിൽ എല്ലാവർക്കും ഉണ്ടാവും, ഇത് അടുത്തറിയുന്ന ആളുകൾക്ക്. കാരണം നേരത്തെ തീരുമാനിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് പകരം സമദ് പൂക്കോട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കിയ എന്നായിരുന്നു. അതിന് പകരം സമസ്തയുടെ നേതാക്കന്മാരൊന്നും അറിയാതെ ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ കോഴിക്കോട്ട് നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ നേരെ ജിഫ്രി തങ്ങളെ വിളിച്ചു. തങ്ങൾ പാപ്പ ഇങ്ങനൊരു തീരുമാനം കാണുന്നുണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ചോദിച്ചു. നമ്മൾ നേരത്തെ തീരുമാനത്തിനെതിരാണുള്ളത് എന്നാണ്. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും സാദിഖ് തങ്ങൾ ഇന്ന് ഉച്ചക്കും ഒരു ഒരു പള്ളി ഉദ്ഘാടനം അല്ല വേറെ എന്തോ ഒരു കല്യാണത്തിന് നിക്കാഹിൽ ഉണ്ടായിരുന്നു. ഈ വിഷയം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് രാജി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പകരം ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. MT ഉസ്താനെ വിളിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു. ഞാൻ നേരെ ആലിഫ് ഉസ്താനെ വിളിച്ചു. ആലിഫ് ഉസ്താൻ ഫോൺ എടുക്കുന്നില്ല, എങ്ങനെ വിളിച്ചാൽ എടുക്കുന്നില്ല. അപ്പോൾ നേരെ രാത്രി ആലിഫ് ഉസ്താൻ്റെ വീട്ടിൽ ചെന്നു. ആലിഫ് ഉസ്താൻ്റെ വീട്ടിൽ നമ്മുടെ ഉസ്മാൻ ഫൈസി ഉണ്ട്, ആലിഫ് ഉസ്താൻ്റെ മക്കളുണ്ട്. ഈ വിഷയം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉസ്താദിനോട് കാര്യങ്ങൾ ചോദിച്ചു. അതിനിടയിൽ MT ഉസ്താദ് വിളിക്കുന്നുണ്ട്. അവിടെ ആലിഫ് ഉസ്താദ് ചോദിച്ചു ഉസ്മാൻ ഫൈസിനെ, അപ്പോൾ ആലിഫ് ഉസ്താദ് ഉണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞു. MT ഉസ്താദോട് എത്തി വിശദമായി ചർച്ച ചെയ്തു. ആലിഫ് ഉസ്താദിനോട് ചോദിച്ചു, ആലിഫ് ഉസ്താദ് എന്തേ സംഭവിച്ചത്? നമ്മൾ എടുത്ത തീരുമാനപ്രകാരം സമദ് പൂക്കോട്ടൂരല്ലേ സെക്രട്ടറി ആകേണ്ടത്? ഉസ്താദ് പറഞ്ഞു, പട്ടിക്കാട് ജാമ്യനൂരിൻ്റെ കമ്മിറ്റി ഇങ്ങനെ നടക്കുകയാണ്. കമ്മിറ്റി നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് എൻ്റെ കൈ പിടിച്ച് നമ്മൾ ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് കൈ പിടിച്ച് ഇങ്ങനെ കോട്ടി വാരാന്തികളിൽ കൊണ്ടുവന്നു. ഒപ്പം കുഞ്ഞാലി സാഹിബും വന്നു. എൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ ഞങ്ങൾ 3 പേരും ഇരുന്നു.
അപ്പോൾ ഉസ്മാൻ വൈസ് പുറത്ത് നിൽക്കാൻ പറഞ്ഞു, വാതിൽ കുറ്റിട്ടിട്ട് പറഞ്ഞു, നമുക്ക് ഹക്കീം വൈസിൻ്റെ രാജി സ്വീകരിക്കേണ്ടി വെച്ചു. സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വീകരിക്കാൻ പകരം ആളെ വേണ്ടേ വെച്ചു. ആൾ വേണം, അതാരാണ് ചോദിച്ചു. അത് നമുക്ക് ഉസ്താദ്മാരുമായി കൂടി ആലോചിച്ച് ചെയ്യാം. അല്ല, ഞങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മരുമകനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞു. ഹബീബുള്ള ഫൈസി ഒന്ന് ആലോചിച്ച് ചെയ്യല്ലേ നല്ലത് ഞാൻ ചോദിച്ചു. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കുക, അൽ ഫാത്തിഹ. അപ്പം ഞാൻ ദുആർന്നും കൊടുത്തു. അടുസ അങ്ങനെയുള്ള അടുസാൻ്റെ സ്വഭാവം ഇതാണ് ഉണ്ടായിട്ടുള്ളത്, ഞാനും അത് നിരപരാധിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എം ടി ഉസ്താവും എല്ലാം കൂടിയിട്ടും ചെയ്തു, ഒരു പ്രസ്താവന കൊടുക്കാൻ തീരുമാനിച്ചു. ഹക്കീം ഫൈസിൻ്റെ രാജി സ്വീകരിച്ചത് സ്വാഗതാർഹമാണെന്നും, എന്നാൽ SNEC എന്ന സമസ്ത ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി സജീവമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഹബീബുള്ള ഫൈസിനെ പകരക്കാരനായി അംഗീകരിച്ച പ്രസ്താവന കൊടുത്തില്ല. തൊട്ട് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഇതേ ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ CIC രാജിവെച്ചു. ഇതൊക്കെയാണ് നടന്ന സംഭവങ്ങൾ.